യുഡിഎഫിലെ മുതിർന്ന നേതാക്കളായ കെ മുരളീധരൻ, എം കെ മുനീർ തുടങ്ങിയവരുടെ വാർഡായ കോഴിക്കോട് കോർപ്പറേഷനിലെ ചക്കരോത്തുകുളത്ത് കഴിഞ്ഞ തവണ മുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ ഡിവിഷൻ തിരിച്ചുപിടിക്കാനായി യുഡിഎഫ് മത്സരത്തിനിറക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ എം ഷിബുവിനെയാണ്. ഫാഷൻ ഡിസൈനറും വ്യവസായ സംരംഭകനുമായ ഷിബു ഡിവിഷൻ തിരിച്ചുപിടിക്കാമെന്ന ശുഭപ്രതീക്ഷയിലുമാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ ചക്കരോത്തുകുളം ഡിവിഷനിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ എം ഷിബു ആണ്. ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ? നിലവിൽ കൈവിട്ടുപോയ ഒരു വാർഡാണ് ഇത്. അതെ, നിലവിൽ 3ാം സ്ഥാനത്തുള്ള വാർഡാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ പ്രാവശ്യം അത് 1ാം സ്ഥാനത്തായിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രതീക്ഷ. അവസാന ലാപ്പിലേക്ക് എത്തുന്ന സമയത്ത് മോർ കോൺഫിഡൻസ് ആണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഒരു മാറ്റം വേണമെന്ന്. കണ്ടു പഴകിച്ച തുരുമ്പിച്ച അധ്യായങ്ങൾക്കൊരു മാറ്റം വന്നുകൊണ്ട് ഒരു പുതുതലമുറയിൽപ്പെട്ട ആളുകൾ വരട്ടെ, പുതിയ തലമുറ വരട്ടെ എന്നാണ് മൊത്തത്തിൽ എല്ലാവരുടെയും ചിന്താഗതി. അത് ഈ വാർഡിലുമുണ്ട്. ഈ വാർഡ് വിഭജനം അല്ലെ, അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കോൺഗ്രസ് അനുകൂലമായി എത്തിയെന്നൊരു കണക്കൂട്ടലുണ്ടോ? 100%. അതായത് 3000 വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു വാർഡായിരുന്നു ഇത്. ആ സമയത്താണ് 3ാം സ്ഥാനത്തുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും 3000 വോട്ടും കൂടി ആഡ് ചെയ്ത് ഏകദേശം 6000 വോട്ടോളം ഉണ്ട്. 6000 വോട്ട് എന്ന് പറഞ്ഞാൽ 3000 വോട്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യുഡിഎഫിന്റെ സ്വാധീനമുള്ള ഏറ്റവും നല്ല മേഖലകളാണ് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്ത്. അതുകൊണ്ട് തന്നെ 100% വിജയസാധ്യത കൂടുതലാണ്. ഇപ്പോൾ മുരളിയേട്ടന്റെ കെ മുരളീധരന്റെ വീട് നിൽക്കുന്ന ഭാഗം, അതേപോലെ തന്നെ എം കെ മുനീർ സാഹിബിന്റെ വീട് നിൽക്കുന്ന ഭാഗം, അത്തരം ഭാഗങ്ങളാണ് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്ത്. അത് തന്നെയാണ് നമ്മുടെ കൂടുതൽ കോൺഫിഡൻസിന് കാരണം. അതായത് കോഴിക്കോട് ഒരു VIP വാർഡാണ് ചുരുക്കം പറഞ്ഞത്. 100%. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ഞാൻ കണ്ട ചെറുപ്പക്കാർ വളരെ കുറവാണ്. പക്ഷെ പ്രായമുള്ള ആളുകളാണെങ്കിൽ പോലും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ കാണുന്ന ഒരു അപ്പർ ക്ലാസ് ഒരു സ്റ്റാൻഡേർഡ് ലെവലുള്ള ആളുകളെ, പ്രായമുള്ള ആളുകളെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവരും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കും. അത്തരം ആളുകളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. അത് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരുന്നത്. നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാരെ തിരഞ്ഞെടുക്കാനും വിദ്യാഭ്യാസമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനും ഇവർ തയ്യാറാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയക്കാരനപ്പുറം ഒരു ഫാഷൻ ഡിസൈനർ അല്ലെങ്കിൽ അല്ലെ റാമ്പ് വാക്ക് ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആൾ കൂടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പുതിയൊരു എക്സ്പീരിയൻസും ആ ജോലിയും ഇതൊക്കെയുള്ളൊരു നടപ്പാണ് രണ്ടിലും അല്ലേ? അല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 15 വയസ്സ് തുടങ്ങിയതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ KSUയിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന. അപ്പം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അതിന്റെ ഭാഗമായിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു മാർഗമായി ജോലി എന്നുള്ള രീതിയിലാണ് ഫാഷൻ എന്ന് പറയുന്ന പ്രൊഫഷനെ തുടങ്ങിയത്. അത് സത്യത്തിൽ എനിക്ക് ഗുണം ചെയ്തത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന എല്ലാ വീടുകളിൽ ചെല്ലുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ പ്രൊഫഷൻ ഇതാണ്, എനിക്കൊരു ജോലിയുണ്ട്, എൻ്റെ വരുമാന മാർഗം രാഷ്ട്രീയ പ്രവർത്തനമല്ലാന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ പറ്റും. വരുമാന മാർഗമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമേ അഴിമതി നടത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് 100% അതും ഗുണം ചെയ്യുന്നുണ്ട്. ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണെന്ന്. അതെ, ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എനിക്കൊരു പ്രൊഫഷൻ ഉണ്ട്. ഞാൻ ആ പ്രൊഫഷനിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നത്. എനിക്കൊരു ഓഫീസുണ്ട്, ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ പൊതുസേവനം മാത്രമാണ്, വരുമാനത്തിലുള്ള മാർഗമല്ല. ബാക്കിയുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ബാക്കിയുള്ള ആളുകൾക്ക് വരുമാന മാർഗം കൂടി പൊതുപ്രവർത്തനമാകുമ്പോഴാണ് എന്ത് വരുന്നത്, അഴിമതിയും എന്താ പറയുക, അവിടുന്ന് എന്തെങ്കിലും 10 രൂപ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പണ്ടൊക്കെ ഏതൊരു വാർഡിലുള്ള കോൺക്രീറ്റ് ചെയ്തതിൻ്റെ പണം എടുത്തുകൊണ്ട് വീടിൻ്റെ ടെറസ് നിർമ്മിച്ചതിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ചില കൗൺസിലർമാർ. അത്തരം കഥകൾ കേൾക്കുമ്പോൾ അത് ആവശ്യമില്ലാത്ത ആളാണ് ഞാൻ സ്വന്തം ജോലി ചെയ്യുന്നതിനെക്കൊണ്ട്. ഈ പുറത്ത് ഒരുപാട് പ്രചാരണങ്ങളും വലിയ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വീടുകളിൽ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പൾസ് എങ്ങനെയാണ്? ഇതൊന്നും ഇല്ലാതെ ഈ വാർഡിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്, അതോ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരാറുണ്ടോ? എനിക്ക് ഇന്ന് വരെ ഒരു വീട്ടിൽ പോലും എന്താണെന്നല്ല, പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് കൃത്യമായി നോളേജ് ഉണ്ട് ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത്. ഇവിടെ ഇത് പ്രത്യേകിച്ച് വിശ്വാസികൾ മാത്രമേ 2-3 അമ്പലങ്ങൾ കൂടി ചേർന്നിട്ടുള്ളൊരു മണ്ഡലമാണ് ഈ പറയുന്ന ഈ വാർഡ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് സ്വർണ്ണ കള്ളത്തരാണ്. അതായത് ശബരിമലയിലെ സ്വർണം കെട്ട ആളുകൾക്കെതിരെയുള്ള ഒരു വലിയ ജനവികാരമുണ്ട്. പിന്നെ 45 വർഷമായി ഒരേ ആളുകളെ കണ്ട് ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഇല്ലാത്ത നാടിനെ പറ്റിയിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നത്. അവരിലേക്ക് വേറെ എന്തൊക്കെ ചർച്ച കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അവർ ക്രിസ്റ്റൽ ക്ലിയറാണ്. ഓരോ വാർഡുകളിൽ ചെന്ന് നമ്മൾ ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴും അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളും വാർത്ത വായിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്കും നോളേജ് ഉണ്ട്, ഞങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്. മറ്റുള്ള ആൾക്കാരെ പോലെ ഞങ്ങൾ ചെയ്യില്ല. എന്തെങ്കിലും വാർത്ത കാണുമ്പോൾ അത് തൊടാതെ വിഴുങ്ങുന്ന ആളുകളാണ്. ഞങ്ങൾ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ ഇപ്പോൾ വരുന്നതെന്ന് കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. അല്ല, രാഹുലിന്റെ ആരും ചോദിച്ചിട്ടില്ല.
100% ഒരാളും ഇന്നുവരെ ചതിച്ചില്ല. അതൊന്നും ആരും ചർച്ച കൂടി ചെയ്യുന്നില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വീട്ടിലേക്ക് കയറി ചിലപ്പോൾ ചെയ്യുന്ന മോനെ നിന്നെപ്പോലുള്ള പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾ വരട്ടെ, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കണ്ടും അടുത്ത് ഈ ആളുകളെ പുതിയ തലമുറ വരട്ടെ, ഇതാണ് ആളുകൾ പറയുന്നത്. അല്ലാത്ത വേറൊരാളല്ല ഒരു മാറ്റം വേണ്ടേ എന്ന് ഒരു റെസീറ്റ് വാങ്ങിയിട്ട് ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അഭ്യർത്ഥന വാങ്ങി അമ്മമാരായിട്ടുള്ള ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു മാറ്റം വേണം, കുറേ ആയില്ലേ ഇത് എന്നുള്ള ചോദ്യം, അതന്നെ വലിയ പോസിറ്റീവാണ്. എന്തായാലും അതാണ് ഈ 3ാം സ്ഥാനത്തുള്ള ഡിവിഷനാണ്. അവിടെ നിന്നും 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. VIP വോട്ടർമാർ ഒരുപാടുള്ള ഒരു ഡിവിഷൻ കൂടിയാണ്. കൃത്യമായ വിജയം, തകർപ്പൻ വിജയം കരസ്ഥമാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയും കൂടെയുള്ളവരുമുള്ളത്.